Children, let us start the class with the test for divisibility. Divisibility test. എന്താണ് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആണ് നമ്മൾ ഡിവിസിബിൾ എന്ന് പറയുന്നത്, അല്ലെ? എക്സാമ്പിൾ നോക്കുക. വെൻ വി ഡിവൈഡ് 24 by 2. 24 എന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 1 2s are 2, 4, 2 2s are 4. When we divide 24 by 2, we got the remainder 0. Remainder 0 ആണ്. Means 24 is divisible by 2. 24 എന്ന നമ്പർ 2 കൊണ്ട് divisible ആണ്. അതായത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചു. അതിന്റെ അർത്ഥം എന്താ? റിമൈൻഡർ 0 ആണ്. അതുകൊണ്ട് നമുക്ക് 24 2 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഡിവിസിബിൾ അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഒരു നമ്പർ മറ്റൊരു നമ്പർ കൊണ്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് ഡിവിസിബിലിറ്റി എന്ന് പറയുക. നമ്മളിവിടെ ചില നമ്പറുകളുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റുകളാണ് പഠിക്കുന്നത്. ഡിവിസിബിലിറ്റി ബൈ 10. 10 എന്ന നമ്പറിന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് നോക്കുക. ഇഫ് എ നമ്പർ ഹാസ് 0 in the ones place, then that number is divisible by 10. അതായത് ഒരു നമ്പറിന്റെ വൺസിന്റെ സ്ഥാനത്ത് 0 ആണ് എങ്കിൽ ആ നമ്പർ 10 കൊണ്ട് ഡിവിസിബിൾ ആണ്. എക്സാമ്പിൾ ആയി നോക്കുക. 750. Is 750 divisible by 10? 750 10 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന്? Yes, it is divisible because its ones place number is 0. ഒരു നമ്പറിന്റെ വൺസിന്റെ സ്ഥാനത്ത് 0 ആണ് എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള നമ്പറുകൾ, അതായത് വൺസ് സ്ഥാനത്ത് 0 ഉള്ള നമ്പറുകൾ മാത്രമേ 10 കൊണ്ട് ഡിവിസിബിൾ ആവുകയുള്ളൂ. Another example, 900. 900 is divisible by 10. അല്ലെ? എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 900 750 ഇങ്ങനെ വരുന്ന നമ്പറുകളെല്ലാം 10 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിന്റെ വൺസ് പ്ലേസിലെ നമ്പർ മാത്രം നോക്കിയാണ് നമ്മൾ തന്നിരിക്കുന്ന നമ്പർ 10 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ സ്ഥാനത്ത് 0 ആണ് എങ്കിൽ അങ്ങനെയുള്ള നമ്പറുകൾ മാത്രമേ 10 കൊണ്ട് ഡിവിസിബിൾ ആവുകയുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ 8537. 8537. Is this number divisible by 10? ഈ നമ്പർ 10 കൊണ്ട് ഡിവിസിബിൾ ആണോ? No. Why? Because its ones place number is 7. വൺസ് പ്ലേസിൽ 0 ആണ് എങ്കിൽ മാത്രമേ 10 കൊണ്ട് ഡിവിസിബിൾ ആവുകയുള്ളൂ. സോ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 10. ഓക്കെ, നെക്സ്റ്റ് ഡിവിസിബിലിറ്റി റൂൾ ഇതാണ്. ഡിവിസിബിലിറ്റി ബൈ 5. ഡിവിസിബിലിറ്റി ബൈ 5. ഒരു നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് അതിന്റെ ടെസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. എ നമ്പർ which has either 0 or 5 in its ones place, then that number is divisible by 5. ഒരു നമ്പറിന്റെ വൺസിന്റെ സ്ഥാനത്ത് 0 അല്ലെങ്കിൽ 5 ആണ് എങ്കിൽ മാത്രമേ ആ നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആവുകയുള്ളൂ. നോക്കുക, ഡിവിസിബിലിറ്റി ബൈ 5 നമ്മൾ പഠിക്കുന്നത് വൺസിന്റെ സ്ഥാനത്ത് 0 അല്ലെങ്കിൽ 5 ആയിരിക്കണം എന്നാണ്. 325. Is this number divisible by 5? Yes, because its ones place number is 5. അതുകൊണ്ട് വൺസിന്റെ സ്ഥാനത്ത് 5 ആണ്. അതുകൊണ്ട് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 9080. Is this number is divisible by 5? Yes, because its ones place number is 0. So this number is divisible by 5. Next one more number I will give you.
8379 is 8379. ഈ നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല, ബിക്കോസ് ഇതിന്റെ വൺസിന്റെ സ്ഥാനത്ത് 9 ആണ്. വൺസ് തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസ് പ്ലേസില് 0 അല്ലെങ്കിൽ 5 ഇതിലേതെങ്കിലും ഒന്നാണ് എങ്കിൽ മാത്രമേ ആ നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആവുകയുള്ളൂ. സോ നോക്കുക, ഈ നമ്പർ ഞാൻ തന്നു 83,795. ഈ നമ്പർ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്, കാരണം ഇതിന്റെ വൺസിന്റെ സ്ഥാനത്ത് 5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഇതാണ്. ഡിവിസിബിലിറ്റി ബൈ 2. ഡിവിസിബിലിറ്റി ബൈ 2. എന്താണ് ഡിവിസിബിലിറ്റി ബൈ 2 എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കാം. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 2 if it has any of the digit, which are they? 2, 4, 6, 8 or 0. അതായത് തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ സ്ഥാനത്ത് 2, 4, 6, 8 ആൻഡ് 0 ഇതിലേതെങ്കിലും ഒരു നമ്പർ ആണ് എങ്കിൽ മാത്രമേ, അങ്ങനെയുള്ള നമ്പറുകൾ മാത്രമേ 2 കൊണ്ട് ഡിവിസിബിൾ ആവുകയുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് നോക്കാം. 726. ഈ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, ബിക്കോസ് ഇറ്റ്സ് വൺസ് പ്ലേസ് നമ്പർ 6 ആണ്. 9052. ഈ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, ബിക്കോസ് ഇറ്റ്സ് വൺസ് പ്ലേസ് നമ്പർ ഈസ് 2. One more number I will give you. 1007. Is this number 1007 divisible by 2? No. Why? Because its ones place number is 7. Ones in the സ്ഥാനത്തെ 7 ആണ്. അതുകൊണ്ട് 1007 എന്ന നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. Is it clear? അതായത് 2 കൊണ്ട് ഡിവിസിബിൾ ആകണമെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒന്നായിരിക്കണം. 2, 4, 6, 8 ആൻഡ് 0 ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. സോ ഡിവിസിബിലിറ്റി ടെസ്റ്റില് ഡിവിസിബിലിറ്റി ബൈ 10 നോക്കുക. അതായത് വൺസ് പ്ലേസില് 0 ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പറുകൾ മാത്രമേ 10 കൊണ്ട് ഡിവിസിബിൾ ആവുകയുള്ളൂ. ഡിവിസിബിലിറ്റി ബൈ 5 എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ സ്ഥാനത്ത് 0 അല്ലെങ്കിൽ 5 മാത്രമായിരിക്കണം. അങ്ങനെയുള്ള നമ്പർ മാത്രമേ 5 കൊണ്ട് ഡിവിസിബിൾ ആവുകയുള്ളൂ. നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 2. തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ സ്ഥാനത്ത് 2, 4, 6, 8 ആൻഡ് 0 ഇതിലേതെങ്കിലും ഒരു നമ്പർ ആണ് എങ്കിൽ മാത്രമേ ആ തന്നിരിക്കുന്ന നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആവുകയുള്ളൂ. നെക്സ്റ്റ് ഡിവിസിബിലിറ്റി റൂള് നമ്മൾ പഠിക്കുന്നത് 4th വൺ, ഡിവിസിബിലിറ്റി ബൈ 3. ഡിവിസിബിലിറ്റി ബൈ 3. 3യുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് 3യുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. If the sum of the digits of a number is the multiple of 3, then that number is divisible by 3. അതായത് തന്നിരിക്കുന്ന നമ്പറിലെ സം ഓഫ് ദ ഡിജിറ്റ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് നോക്കുക. 90108. 90,108. ഈ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ നമ്പറിന്റെ സം ഓഫ് ദ ഡിജിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ദ ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ SUM സം. സം മീൻസ് we are going to find out the sums. 9 plus 0 plus 1 plus 0 plus 8. തന്നിരിക്കുന്ന നമ്പറിന്റെ സമ്മുകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. When we add 9 plus 1, 9 plus 0, 9 itself, plus 1, 10, 10, 8, 18 എന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ സമ്മ് കിട്ടിയിരിക്കുന്നത്. 18 എന്നുള്ളത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. തന്നിരിക്കുന്ന നമ്പറിന്റെ സമ്മ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ആ സമ്മ് 3യുടെ ഡിവിസിബിലിറ്റി ബൈ 3 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 18 ഉണ്ടോ? യെസ്. ഏതാണ്? 6 3s 18 അല്ലെ? അപ്പൊ 18 എന്ന നമ്പർ
3യുടെ ടേബിളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും 90,108 ഈസ് divisible by 18 എന്ന്. സോറി, 18 നോട്ട് divisible by 3 എന്ന്. തന്നിരിക്കുന്ന നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ട് എങ്കിൽ മാത്രം ഈ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇവിടെ 18 എന്നുള്ളത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഈ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക. 20753 നോക്കുക. ഈ നമ്പർ 20,753 എന്ന നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 2 പ്ലസ് 0 പ്ലസ് 7 പ്ലസ് 5 പ്ലസ് 3 is equal to 17. ഈ ഡിജിറ്റുകളെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 17 എന്ന നമ്പർ ആണ് കിട്ടിയത്. ആലോചിച്ച് നോക്കുക, 3യുടെ ഡിവിസിബിലിറ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 17 ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല, നോ. അപ്പോൾ എന്താണ്, ഈ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പൊ നമ്മൾ എഴുതേണ്ടത് 17 ഈസ് നോട്ട് ദ മൾട്ടിപ്പിൾ ഓഫ് 3. Therefore 20,753 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 എന്ന് എഴുതണം. നോട്ട് ഡിവിസിബിൾ ബൈ 3 എന്ന് എഴുതണം. ഇനി ഒരു ഡിവിസിബിലിറ്റി ടെസ്റ്റും കൂടെ നമ്മൾ പഠിക്കുകയാണ്. ഡിവിസിബിലിറ്റി ബൈ 9. ഡിവിസിബിലിറ്റി ബൈ 9 അഞ്ചാമത്തെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ആണ് പഠിക്കുന്നത്. ഡിവിസിബിലിറ്റി ബൈ 9. 9ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാണെന്ന്. 3യുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് പോലെ തന്നെയാണ് 9ന്റെയും ഡിവിസിബിലിറ്റി ടെസ്റ്റ്. തന്നിരിക്കുന്ന നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ് കണ്ടുപിടിക്കുക. സം ഓഫ് ഡിജിറ്റ് 9ന്റെ മൾട്ടിപ്പിൾ, 9ന്റെ ഡിവിസിബിലിറ്റിയാണ് നോക്കുന്നത്. അതുകൊണ്ട് 9ന്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ആണ് എന്ന്. അപ്പൊ നമുക്ക് പറയുന്നത് എന്താണ്, if the sum of the digit of a number is the multiple of 9, then that number is divisible by 9. നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ. 613512 ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 6 പ്ലസ് 1 പ്ലസ് 3 plus 5 plus 1 plus 2 is equal to what? 18. 18 ആണ് കിട്ടിയിരിക്കുന്നത്. തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റുകളുടെ സമ്മ 18 ആണ്. 18 എന്ന നമ്പർ, 18 എന്ന ഈ സമ്മ 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കുക. യെസ്, 9 2s are 18 അല്ലെ? അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആണ് ഈ 18. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ദിസ് നമ്പർ 6,13,512 ഈസ് ഡിവിസിബിൾ ബൈ 9 എന്ന്. മനസ്സിലായോ? ഡിവിസിബിലിറ്റി ബൈ 9 എന്നുള്ളത്. ഇനി നോക്കുക, വൺ മോർ എക്സാമ്പിൾ ഷോ ചെയ്യാം. അതായത് ഡിവിസിബിലിറ്റി ബൈ 9ന് എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുന്നതാണ്. 52580 ഈ നമ്പർ നോക്കുക. ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. 5 പ്ലസ് 2 പ്ലസ് 5 പ്ലസ് 8 പ്ലസ് 0 is equal to 20. ഇതിന്റെ സമ്മ 20 ആണ് കിട്ടിയിരിക്കുന്നത്. 20 എന്ന നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ആലോചിച്ച് നോക്കുക. നോ, 9ന്റെ ടേബിളിൽ 20 ഇല്ല അല്ലെ? അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും 20 ഈസ് നോട്ട് ദ മൾട്ടിപ്പിൾ ഓഫ് 9. Therefore 52,580 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. സോ ഇന്ന് ഇത്രയും ഡിവിസിബിലിറ്റി ടെസ്റ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡിവിസിബിലിറ്റി ബൈ 10, ഡിവിസിബിലിറ്റി ബൈ 10ഉം ഡിവിസിബിലിറ്റി ബൈ 5ഉം ഡിവിസിബിലിറ്റി ബൈ 2ഉം തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിലെ നമ്പർ നോക്കിയിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്.
പിന്നെ ഡിവിസിബിലിറ്റി ബൈ 3 ആൻഡ് ഡിവിസിബിലിറ്റി ബൈ 9 ഇത് രണ്ടും ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റുകളുടെ സമ്മ് കണ്ടുപിടിക്കുക. ആ സമ്മ് അതിന്റെ ഡിവിസിബിലിറ്റിയുടെ ടേബിളിലുണ്ടോ, ആ നമ്പറിന്റെ ടേബിളിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ആണ്, ഇല്ല എങ്കിൽ നോട്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു.